മലന്നെടുക്കുക. ആ ശരി. ഈ ഏരിയയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പിടിക്കില്ല. അപ്പോൾ അപ്പുറത്തെ പേരയിലൊന്ന് ഇപ്പുറത്തെ പേരയിലൊന്ന് കാലിൻ്റെ അടിയൊന്ന് നോക്കോളൂ. ഇങ്ങേട്ടാ അതിൻ്റെ ബാക്കി കൊടുക്കണോ? ബാക്കിക്കാരൊക്കെ ഇവിടെ തന്നെയാണ്. ആ മുളങ്കൂട്ടാണല്ലോ താവണം. അവിടെ മുളങ്കൂട്ടുണ്ട്. അത് ശരി. ഇവിടെ ഇനി ഒരുപാട് കാടുകൾ തന്നെ അല്ലേ അപ്പുറത്തൊക്കെ? മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലം. ബാക്കിയെല്ലാം വീടായി പോയി. അവിടെ കിണറിന്റെ പണിയുണ്ട്. അത് ശരി. കാട് വെട്ടിയതാ. ആ ആ അത് ശരി. എടാ അങ്ങോട്ട് ആ ഭാഗത്തല്ലേ? ആ ആ ആ പഴയ മരക്കുറ്റിയൊക്കെ കണ്ടില്ലേ? ആ അതിന്റെ ഇടയിൽ നിന്നൊക്കെ അങ്ങനെ ചാടി വരും. അപ്പോൾ നമ്മളിവിടെ വില്ലിഞ്ഞാല് ഭാഗത്താണുള്ളത്. ഇവിടേക്ക് എന്താ പറയുക സ്ഥലത്തിന്റെ പേര്? വില്ലിഞ്ഞാൽ തന്നെ. അപ്പോൾ വില്ലിഞ്ഞാലിന് കുറച്ച് താഴോട്ട് ഇങ്ങോട്ട് പോന്നിട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു ഒഴിഞ്ഞ സ്ഥലമാണ്. ഈ ചുറ്റുപാട് വീടുകളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും സെൻറ്ററിൽ കുറച്ച് ഒരു ഒഴിഞ്ഞ സ്ഥലമാണ്. അതിൽ ഫുള്ള് പുല്ലുകളും കല്ലുകളൊക്കെ ഇങ്ങനെ നിറച്ചിട്ടേക്കും. അപ്പോൾ ഇവിടെ എന്തോ കിണറിൻ്റെ പണി നടക്കുന്നുണ്ട്. കിണറിൻ്റെ പണി നടക്കുന്ന ടൈമിൽ അവിടെ കാട് കുറച്ച് വെട്ടിയപ്പോൾ ആൾ ഒന്നും ഇങ്ങോട്ട് ചാടിയതാണ്. അപ്പോൾ ഒരു പറഞ്ഞത് വേറെയും ഇവിടെ ഉണ്ട് എന്നാണ് പറയണേ. വേറെ ഉണ്ട് അല്ലേ? ആ അപ്പോൾ ഒന്നാമത് ഇങ്ങനത്തെ സ്പേസ് സ്ഥലമായപ്പോൾ ഒരുപാടെണ്ണം ഉണ്ടാവാൻ ചാൻസും ഉണ്ട്. കാരണം ഇത് വിരിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളെ ഈ കിണറിൽ അത്യാവശ്യം സൈസുള്ള ഒന്നാണുള്ളത് ഇവിടെ. അപ്പോൾ പാമ്പിനെ റെസ്ക്യൂ ചെയ്യാൻ പോകുന്നത് കിണറിൽ ഇറങ്ങാതെയാണ്. കിണറിൽ ഇറങ്ങാതെ എങ്ങനെ റെസ്ക്യൂ ചെയ്യാമെന്നുള്ള ഒരു മെത്തേഡാണ് കാണിക്കുന്നത്. ആരും ഇത് അനുകരിക്കാതിരിക്കുക. പാമ്പ് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ആർക്കും അത് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇതാരും അനുകരിക്കരുത്. അതുപോലെ തന്നെ കിണറിൽ ഇറങ്ങിയിട്ട് റെസ്ക്യൂകൾ ഒരുപാടുണ്ട്. അതുപോലത്തെ സാഹസികങ്ങൾ കാണിച്ച് വെറുതെ ഷോ കാണിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതിൽ വീണ് കഴിഞ്ഞാൽ അതിനെക്കാട്ടും വലിയ അപകടമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പാമ്പിനെ റെസ്ക്യൂ ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെ റെസ്ക്യൂ ചെയ്യല്ലേ. ചെറിയൊരു കയറ് കിട്ടിയാൽ ഈ അലച്ചിൽ വെട്ടാനേ ചെറിയ വണ്ണം കുറഞ്ഞ അന്ന് ചുറ്റി മുറുക്കാനേ. ചെറിയൊരു കല്ല് വേണ്ടി. കല്ല് വേണോ? ചെറുത് വേണ്ടിട്ടാ. ആ ഒരു ഇതിലാണ് ക്യാൻസലാണ്. അവിടെ 3-4 ദിവസമായിട്ട് അപ്പോൾ നമ്മൾ അലച്ചിൽ കെട്ടിയിട്ട് അങ്ങനെ കയറ്റുള്ള പരിപാടിയിലാണ്. അവർ കറക്കുന്നുണ്ട്. ചിലപ്പോൾ ഇതിന് ഉറപ്പ് കുറവാണ്. ഇവിടെ വേറെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ. കാടുകൾ വെട്ടുമ്പോൾ ആരായാലും ആ അതെ. പിന്നെ അതല്ല, അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇതും നാളെ പിടിച്ച് ആയി കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് വേറെ പിടിച്ച്
ഈ ഏരിയയിൽ ഇപ്പൊ തന്നെ പരിപാടിയാണ്. അവിടുന്ന് ഇതിനാട്ടി ഉണ്ട് നോക്കണം. ഞാൻ കുറേ നേരമായിട്ട് വൈത്തലങ്ങനെ വരും. ആ ഗോപാലണ്ണ മതിലില്ലേ സൈഡിലുള്ള അതിൻ്റെ ഇടയിൽ ചാലുണ്ട്, അയക്കേണ്ട ഇറങ്ങിയിട്ട് പോയി. അത് ഇതിനും സൈസുണ്ട്. കാലൊക്കെ എത്ര ഉണ്ട് അറിയാം. കുടിക്കല്ല പരിപാടിയാ. അപ്പോൾ നമ്മൾ ഒരു ഇതുണ്ടാക്കിന് ഇതിന് കയറാനുള്ള ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതേ ആള് വെള്ളത്തിലേക്ക് കഴിച്ചില്ല പരിപാടി. അതിൽ ഒന്നാമത് കുറേ കയറി നിൽക്കാനുള്ള സൗകര്യങ്ങളുണ്ടല്ലോ അതിൽ. ലൈറ്റ് അടിക്കണോണ്ട് വലിയ പ്രശ്നം. ലൈറ്റ് കയറി കഴിഞ്ഞാൽ പിന്നെ ലൈറ്റ് അടിക്കാം കേട്ടോ മുഖത്തേക്ക്. കൊത്തനല്ല, പിന്നെ കയറില്ല. അതിന്റെ ലൈറ്റ് അതിന്റെ മേലേക്ക് അടിക്കണ്ട, പുറത്തേക്ക് അടിച്ചോളൂ. വെള്ളത്തിലല്ലാത്തോണ്ടേ ഇറങ്ങും വെള്ളത്തേക്ക് ചാടിപ്പോ ആള് ക്ഷീണിതനാണ്. മടണ്ട് എന്നിട്ടാ കേൾക്കണം. ഒരു വേദന കിട്ടുമോ? എൻ്റെ കാലല്ലേ. അവിടെ നിന്ന് മാറിക്കോ, അവിടെ നിന്ന് മാറിക്കോ. അപ്പോൾ ആ തോട്ടിൽ നിന്നൊന്നും തോണ്ടിയാക്കാൻ പറ്റും കിട്ടും. കാലിട്ടാ അതുകൊണ്ടല്ലേ കാര്യം. തൂണ്ടാക്കണം. തോട്ടിയോണ്ടേ ഇത് കയറ് നിങ്ങൾ അതിലേക്ക് വീണ് വരുതേ, ടോർച്ച് ഒന്ന് വീണ് വരുതേ, പിന്നെ അതിനെക്കാട്ടി വലിയ ഇറങ്ങാറാവും. ഇതിന് കിണറിലില്ലാത്ത സാധനങ്ങളില്ല, എല്ലാം ഉണ്ട്. മാറിക്കിട്ടാ. ഒന്നാമത് വെള്ളത്തിൽ മുങ്ങാനേ അവിടെ കോല് മറ്റേ ഇതുണ്ടായിട്ടേ. നീളമുണ്ടോ? എന്നാ നീളമുണ്ടെങ്കിലേ എടുക്കി. ഇതിപ്പോ ഇതിലൊക്കെ ഇങ്ങനെ കൊളത്താണ്. കൊക്ക വേണ്ടേ? കൊക്കണ്ടായിക്കോട്ടെ. പണിക്കാര് കയ്യാ വെള്ളം വന്നപ്പോ ഇപ്പൊ 2 ദിവസം ആയി പോണു. കയറും, കയറായൊന്നുമില്ല. പക്ഷെ നമ്മളിത് പൊങ്ങുമ്പോ ആ മറ്റേ കമ്പുമ്പിൽ തട്ടിയിട്ടേ ക്ഷീണം വന്നി നമുക്കല്ലേ ക്ഷീണം വന്നീനി. നിങ്ങൾ മാറുന്നേക്കിട്ടാ. അപ്പോൾ ആള് കയറിയാണ്. ബഷീർ അങ്ങോട്ട് റോഡിൻ്റെ നിൽക്കണേ, ഇങ്ങോട്ട് വെച്ചോ. നോക്കണം.
അപ്പോൾ നമ്മളതിനെ റെസ്ക്യൂ ചെയ്ത് കുഴപ്പമൊന്നുമില്ല, വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചില്ല. കാരണം ആൾ നല്ല ക്ഷീണത്തിലാണ്, നല്ല ക്ഷീണിച്ചിരുന്നു അല്ലേ. അപ്പം ചിലപ്പോൾ 2 ദിവസം ആയിട്ടുണ്ടാവും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ. കാരണം കയറി നിൽക്കാൻ അതിന് സൗകര്യമുണ്ട്, എന്നാലും അത് ക്ഷീണിച്ചാണ്. അപ്പോൾ ചിലപ്പോൾ കാട് ഇട്ട ടൈമിൽ ആളെ ഈ ഹോൾ കൂടെ ചാടിയതാവും. അവിടെ ഇങ്ങനെ ഹോൾ കണ്ടപ്പോൾ പാമ്പുകൾക്ക് പൊതുവെ സ്വഭാവം ഉണ്ട്, ഇങ്ങനെ ഒരു ഗ്യാമ്പിൾ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്ന ടൈമിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഹോൾ കണ്ടു കഴിഞ്ഞാൽ സ്പോട്ടിൽ കയറും. അതാണ് നമ്മളെ ആ ടെക്നിക്ക് എന്ന് പറഞ്ഞത്. ഒരു മതിലിൻ്റെ സൈഡിൽ കൂടെ പോകാൻ ഒരു ഹോൾ കണ്ടാൽ സ്പോട്ടിലേക്ക് കയറും. അതാണ് പൊതുവെ പാമ്പുകളൊക്കെ മടയിൽ കയറി പോകണില്ലേ, അതിങ്ങനെ ഹോൾ കണ്ടിട്ടാണ് കയറുന്നത്. അപ്പോൾ അതേപോലെ ഹോൾ കണ്ടപ്പോൾ ആളിതിൽ കൂടെ കയറിയതാവും, പക്ഷെ നേരിട്ട് വെള്ളത്തിൽ വീണുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഹോളും ഓരോടെ അടക്കാൻ പറഞ്ഞേക്കണ്ടേ ആരുതാണെങ്കിലും അങ്ങനെ അത് ചെയ്യുക. പിന്നെ ഇവിടെ കാട് എന്ത് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, വേറെ പാമ്പുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ആപത്തുകൾ ഉണ്ടാവരുത്. ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് നല്ല ചൂടുവാണല്ലോ, അപ്പം അങ്ങനെ ചാടുക. അപ്പോൾ ഏതായാലും ഒന്ന് ശ്രദ്ധിക്കുക. ഇതിനെ ചാലുകല് മാത്രട്ടോ ആണോ? അപ്പോൾ നമ്മളതിനെ കുഴപ്പമില്ലാതെ അതിനെ റെസ്ക്യൂ ചെയ്ത്, വല്ലാണ്ട് സൈസില്ല എന്നാലും ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മൂർഖനായിട്ടുണ്ടായിന്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.